പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നെറേറ്റീവ് എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന ഏകശിലാരൂപം, അതായത് മോണോലിത്തിക് ആയിട്ടുള്ള ഒരു സംവിധാനം, അതാണ് CPM. അതിലൊരു വിള്ളലും ഒരിടത്തും ഒരിക്കലും വീടില്ല. അതൊറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. സ്ഥാനാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തീരുമാനിക്കും, ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടും, ജയിച്ചാലും തോറ്റാലും. അതാണല്ലോ പൊതുവിലുള്ള ഒരു നെറേറ്റീവ്. CPMലെ ഐക്യത്തിന് വിഘാതമുണ്ടായിരുന്ന വിഭാഗീയതയുടെ സമയത്ത് പോലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിനെ കുറിച്ച് ആര് പറഞ്ഞാൽ കോൺഗ്രസ് തമ്മിലടിക്കും. അത് തമ്മിലടിച്ചൊരു സംവിധാനം. അത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തമ്മിലടിക്കും, ജയിച്ചില്ലെങ്കിലും തമ്മിലടിക്കും, സാധാരണ സമയങ്ങളിലും തമ്മിലടിക്കും, എപ്പോഴും തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കോൺഗ്രസ്. ഇതാണല്ലോ പൊതുവിലുള്ള ഒരു നെറേറ്റീവ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ? ഈ CPMൻ്റെ ഒരു ഐക്യ സിദ്ധാന്തം, ഒരു മോണോലിത്തിക് സംവിധാനം എന്നുള്ളൊരു സംവിധാനം, ഒരു സംഭവം, അത് പൊട്ടിപ്പൊളിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ നിഷ്പക്ഷമായിട്ടും ചിന്തിച്ച് നോക്കിയേ. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ പതിവിൽ നിന്നും വ്യത്യസ്തമായി CPM എന്ന് പറയുന്ന സംവിധാനം ഒറ്റക്കെട്ടല്ല. CPM എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ആ മോണോലിത്തിക് ആയിട്ടുള്ള സംവിധാനത്തിൽ വിള്ളല് വീടുകൾ തുടങ്ങിയിരിക്കുന്നു. CPM പൊട്ടിപ്പൊളിയുന്നു എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ വ്യാപകമല്ലേ സുഹൃത്തുക്കളെ? ഇനി CPM ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അതിനകത്ത് അണികളുടെ ഇടയിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ കത്തി ജ്വലിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് വരാൻ പല കാരണങ്ങളും കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ യഥാർത്ഥത്തിൽ? നമ്മളൊന്ന് നോക്കിയേ. CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി അത് പൊട്ടി തകരുകയാണ് എന്നതിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും സുഹൃത്തുക്കളെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുറത്തേക്ക് വരാത്ത ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് ഉണ്ട്. EP ജയരാജന് MP ഗോവിന്ദനെ കാണാൻ പറ്റില്ല, P ജയരാജന് EP ജയരാജനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ആഭ്യന്തര കലഹങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ അതൊന്നും പുറത്തേക്ക് വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? കണ്ണൂരിലെ പയ്യന്നൂർ എന്ന് പറയുന്ന പാർട്ടിയുടെ ചുവപ്പ് കോട്ടയിൽ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ഉയർത്തിവിട്ട ആ ഒരു കൊടുങ്കാറ്റ്, അത് കണ്ണൂർ പാർട്ടിയെ പിടിച്ച് കുലുക്കിയിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവപ്പ് കോട്ടയല്ലേ കണ്ണൂർ. ആ കണ്ണൂരിലത്തെ പാർട്ടിയെ അടിമുടി എടുത്ത് ഉലച്ചില്ലേ V കുഞ്ഞികൃഷ്ണൻ? ഇത് ഫണ്ട് തട്ടിപ്പിൻ്റെ ഒരു പാർട്ടിയാണെന്നും ഇത് ധനസമാഹരണത്തിൻ്റെ ഒരു പാർട്ടിയാണെന്നുമുള്ള ബോധ്യം. കണ്ണൂരിലെ പാർട്ടി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിക്ഷിപ്ത താല്പര്യക്കാരൻ്റെ കൂടെ ആണ്. പണം തട്ടിച്ച TI മധുസൂദനൻ്റെ കൂടെയാണ്. പണം തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്ന പാർട്ടിയാണ് ഇതെന്നുള്ളത് വലിയ തോതിൽ ചർച്ചാ വിഷയമായില്ലേ? കണ്ണൂരിലെ പാർട്ടി ആടി ഉലയുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്കി. അത് കണ്ണൂരിലെ അവസ്ഥ. കണ്ണൂരിലെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ശക്തവും സുസജ്ജവും സുസംഘടിതവുമായുള്ള പാർട്ടിയുള്ള ഒരു സ്ഥലമല്ലേ കണ്ണൂർ. ആ കണ്ണൂരിൽ ആടി ഉലഞ്ഞു നിൽക്കുകയല്ലേ. TI മധുസൂദനെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് സംശയം വന്നുകൊണ്ടിരിക്കുക. ഇനി കുഞ്ഞികൃഷ്ണൻ ഗാനം കയറി മത്സരിക്കുമോ എന്നുള്ള സംശയം ഉയർന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡിൽ നിന്ന് ഒരു CPM വിമതൻ മത്സരിച്ച് ജയിച്ചു CPMനെ 3-ാം സ്ഥാനത്തേക്ക് മാറ്റിയില്ലേ. അവിടെ 50 വോട്ട് പോലും CPM വിമതന് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 1000 വോട്ടുണ്ടായിരുന്നില്ല, 700 വോട്ട് നേടി അയാൾ ജയിച്ചു. അവിടെ പതിറ്റാണ്ടുകളായി ജയിച്ചുകൊണ്ടിരുന്ന CPM 142 വോട്ട് മേടിച്ച് 3-ാം സ്ഥാനത്തേക്ക് പോയ സംഭവം അവിടെ ഉണ്ടായില്ല. അപ്പോൾ കണ്ണൂർ ആടി ഉലയുകയാണ് കണ്ണൂരിലത്തെ പാർട്ടി. ഇനി പാലക്കാടേക്ക് വന്നുള്ള അവസ്ഥ എന്താ? പാലക്കാടത്തെ പാർട്ടിയും ഇതുപോലെ അടി ഉലയുകയല്ലേ. PK ശശി, അയാളെ കുറിച്ചിട്ട് വലിയ നല്ല അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അയാൾക്ക് വിധേയപ്പെടാൻ പോലും നിർബന്ധിതനാകുന്ന പാർട്ടിയല്ലേ പാലക്കാട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വലിയൊരു വിഭാഗം പാർട്ടിയെ വിട്ടുപോയില്ലേ. അവരെല്ലാവരും കൂടെ ഒരുമിക്കുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് 2012 മുതൽ വലിയ വിള്ളൽ അവിടെ ഉണ്ടായില്ലേ. RMP എന്ന് പറഞ്ഞ പാർട്ടി അവിടെ രൂപീകരിക്കപ്പെട്ട് അവർക്കൊരു MLA ഉണ്ടായി.
അവരിപ്പോൾ ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ച് കോഴിക്കോട് സി പി എമ്മിനൊരു വെല്ലുവിളിയായി RMB മാറിയില്ല. അപ്പോൾ കോഴിക്കോടും സി പി എമ്മിൻ്റെ CPM-ൽ വിള്ളൽ വീണു എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി മലപ്പുറത്തോട്ട് വന്നാൽ മലപ്പുറത്ത് CPM ഉണ്ടോ? ഇപ്പം മലപ്പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3-4 MLA-മാരുണ്ടായിരുന്ന സ്ഥലമാണ് മലപ്പുറം 2021. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഏതാണ്ട് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ച പോലെയല്ലേ മലപ്പുറത്ത് പാർട്ടിയുടെ അവസ്ഥ? മറ്റ് ജില്ലകളിലൊന്നും പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊന്നും ഏകീകരിക്കാനായിട്ടൊരു നേതാവ് അവിടെ ഉയർന്നു വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ എറണാകുളം ആയാലും കോട്ടയം ആയാലും പത്തനംതിട്ട ആയാലും അവിടെയൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റ് ജില്ലകളിലുമൊക്കെ അതിന് നേതൃത്വം കൊടുക്കാൻ ഏകീകരിക്കുന്ന ഒരു നേതാവ് വരാത്തിടത്തോളം അതിങ്ങനെ കനലായി കിടക്കുകയാണ്. ഇനി നമ്മൾ നോക്കിയേ, പാർട്ടിയുടെ എന്താണ് ദൃശ്യമാധ്യമങ്ങളിലെ വക്താക്കളായിരുന്ന റെജി ലൂക്കോസ് എന്ന് പറഞ്ഞൊരുത്തൻ ഒരു സുപ്രഭാതത്തിൽ CPM-ലേക്ക് പോയി, അല്ല BJP-യിലേക്ക് പോയി. ഒരു സുപ്രഭാതത്തിൽ റെജി ലൂക്കോസ്. BN ഹസ്കർ എന്നും പറഞ്ഞിട്ട് കൊല്ലം ജില്ലയിൽ നിന്ന് CPM-ന് വേണ്ടി അതിശക്തമായി വാദിച്ചുകൊണ്ടിരുന്ന ഒരാൾ CPM വിട്ടു, അയാൾ RSP-യിലേക്ക് പോയി. അച്യുതാനന്ദൻ്റെ PA ആയിട്ട് വർഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരാൾ A സുരേഷ്, അയാൾ CPM വിട്ട് അയാൾ UDF-ൻ്റെ കൂടെ പോയി. പ്രേംകുമാർ എന്ന് പറഞ്ഞൊരു സിനിമാ നടൻ, അയാൾ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു, അയാൾ അത് വിട്ട് UDF-ലേക്ക് പോയി. അപ്പോൾ പാർട്ടിയുടെ സംവിധാനത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വ്യക്തികൾ പാർട്ടിയെ വിട്ടു പോകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പാർട്ടിയിലേക്ക് വലിയ കൊട്ടും കുരവയുമായി കൊണ്ടുവന്ന MV നികേഷ് കുമാർ, MV രാഘവൻ്റെ മകൻ, അയാൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം പാർട്ടിയുടെ സൈബർ മേഖലയിലെ 3 പ്രബലരായിട്ടുള്ള ദേശാഭിമാനിയിലെ റിപ്പോർട്ടർമാർ അവർ ആ ടീമിൽ നിന്ന് പിന്മാറിയതായിട്ട് വാർത്ത വരുമല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ സൂചിപ്പിക്കുന്നത് അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. CPM-ൻ്റെ സുസംഘടിതമായിട്ടുള്ള പാർട്ടി സംഘടനാ സംവിധാനത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നു. CPM-ൻ്റെ ചുവന്ന കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും വലിയ വിള്ളലുകൾ രൂപപ്പെടുന്നു. പാർട്ടി പൊട്ടിപ്പൊളിയുന്നു. പല ജില്ലകളിലും പാർട്ടിക്ക് വലിയ വെല്ലുവിളികൾ ഉണ്ടാകുന്നു. പാർട്ടിയിലേക്ക് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് LDF-ലേക്ക് ആളുകൾ വരാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ CPM-ൽ നിന്ന് അപ്പുറത്തേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കൂടാതെയാണ് പുറമേ വരാതെ ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ പോകുന്ന പാർട്ടി അണികളുടെ ഇടയിലുള്ള അതൃപ്തി, വലിയ തോതിലുള്ള അതൃപ്തി. അത് തെരഞ്ഞെടുപ്പിൽ മാത്രമേ പ്രതിഫലിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ സുഹൃത്തുക്കളെ? ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. CPM-ൻ്റെ സുസംഘടിതവും സുസജ്ജവുമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൽ പോലും വലിയ തോതിലുള്ള വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന് മുകളിലാണ് സാംസ്കാരിക നായകന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, സച്ചിദാനന്ദൻ്റെ ഒക്കെ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. എന്തായാലും പതിവിൽ നിന്ന് വിരുദ്ധമായി തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന CPM-ൽ അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അത് ആ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചിരിക്കുന്നു. ആ പാർട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൊട്ടിപ്പൊളിയാൻ പോകുന്നു എന്നതിൻ്റെ സുവ്യക്തമായിട്ടുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.